ചാനലിൽ എത്ര നല്ല വീഡിയോസ് ചെയ്തിട്ടും വ്യൂസ് വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളിപ്പോൾ തന്നെ നേരെ എന്ത് ചെയ്യുക, ചാനലിൻ്റെ അനലറ്റിക്സിൽ പോവുക, ലാസ്റ്റ് ചെയ്ത വീഡിയോയുടെ അനലറ്റിക്സ് എടുക്കുക. അപ്പം ലാസ്റ്റ് ചെയ്ത വീഡിയോയുടെ അനലറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആരോസ് ഉണ്ടാവും. ഈ ആരോസ് എന്ന് പറയുന്നത് ചിലത് ഡൗൺ ആയിരിക്കും, അതായത് താഴോട്ടേക്ക് ഗ്രേ കളറിലുള്ള ആരോസ് ആയിരിക്കും, ടിക്ക് മാർക്ക് ആയിരിക്കും, അല്ലെങ്കിൽ അപ്പ് ആരോ ആയിരിക്കും, അതായത് മുകളിലേക്കുള്ള ഒരു ആരോ ആയിരിക്കാം. ഇതിൽ ഏതാണെന്ന് നോക്കുക. മൂന്നിനും, അതായത് നമ്മുടെ വ്യൂസിന് അപ്പ് ആരോ ആണ്, CTRന് അപ്പ് ആരോ ആണ്, ആവറേജ് വ്യൂ ഡ്യൂറേഷൻ അപ്പ് ആരോ ആണ്. എന്നാൽ പോലും വന്നിട്ടുള്ളത് 30-40 വ്യൂസ് ആണെങ്കിൽ ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ടും എന്ത് സംഭവിച്ചു? അതാണ് ഇന്ന് പറയുന്നത്. കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കറക്റ്റ്, ഇപ്പം എൻ്റെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് നോക്കി ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ സക്സസ് ആവും. കാരണം ഞാൻ സക്സസ് ആയ വഴികളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനിയും കുറേ സംഭവങ്ങൾ പറഞ്ഞു തരാനുണ്ട്, അത് ഓരോ വീഡിയോ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം നമ്മൾ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ അപ്പ് ആരോ എല്ലാം അപ്പ് ആരോ ആയിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത്? അപ്പം ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഒരുപാട് ചാനൽ ചെക്ക് ചെയ്തു. ഈ ചാനൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡൗൺ ആയ ചാനലും ഉണ്ട്, അപ്പായ ചാനലും ഉണ്ട്. അപ്പായ 2-3 ചാനലുകൾ ശ്രദ്ധിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം, ഈ എല്ലാം ഓക്കെ ആയിട്ടും വ്യൂസ് വരാത്ത ചാനലിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം കണ്ടത് അതിൻ്റെ ഇംപ്രഷൻസാണ്. ഇംപ്രഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇംപ്രഷൻസ്? ഇംപ്രഷൻസ് പറഞ്ഞാൽ യൂട്യൂബ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എത്ര ആളുകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ള കണക്കാണ് ഇംപ്രഷൻസ് പറയുക. അതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത ആദ്യത്തെ 1-2 മണിക്കൂറിൽ ഇംപ്രഷൻസ് 10, 20, 30 ഒക്കെ ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾ വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ടെൻഷനാവും. കാരണം നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, അവിടെ ഇംപ്രഷൻസ് പോയി തുടങ്ങുന്നതേ ഉള്ളൂ. ഇംപ്രഷൻസ് പോയി തുടങ്ങിയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, വ്യൂസ് വരാൻ തുടങ്ങുള്ളൂ. അപ്പോൾ അപ്പോഴേക്ക് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് ലിങ്ക് ഷെയർ ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ പോകും. പലരുടെയും പ്രശ്നം അതാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ചില ആളുകൾക്ക് ഈ ഇംപ്രഷൻസ് പോയി തുടങ്ങുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അതായത് ആദ്യം 1000 ഒക്കെ പോയിട്ടുണ്ടാകും, പിന്നെ അത് 2000, 3000, 10,000 ഒക്കെ ആവും. അപ്പോൾ 14,000, 15,000, 20,000 ഒക്കെ ഇംപ്രഷൻസ് പോകുമ്പോഴാണ് ഒരു വീഡിയോ നന്നായിട്ട് കയറി വരിക. അപ്പോൾ അതിനുള്ള സമയം നമ്മൾ കൊടുക്കണം. അതിനിടയിൽ നമ്മൾ ടെൻഷനായിട്ട് ഓരോ പരിപാടിക്ക് ഇറങ്ങരുത്. അപ്പോൾ ഇംപ്രഷൻസ് എന്തുകൊണ്ട് കുറയുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ചാനലുകളിൽ കുറവായാണ് കണ്ടത്. ഈ കുറവ് കാണാൻ കാരണം ഞാൻ കണ്ടെത്തിയത് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ഇടവേളകളിലാണ് നിങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒരാൾ ഇന്ന് ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് വീഡിയോ ഇടുന്നത്. അടുത്ത വീഡിയോ ഇടുന്നത് 5 ദിവസത്തെ ഗ്യാപ്പിലല്ല, അടുത്ത ദിവസം വീഡിയോ ഇടുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്, പിന്നെ വീണ്ടും ഇടുന്നത് 10 ദിവസം കഴിഞ്ഞിട്ടാണ്, പിന്നെ ഇടുന്നത് 8 ദിവസം കഴിഞ്ഞിട്ടാണ്. അതായത് ഈ ഓരോ വീഡിയോൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾക്ക് സ്ഥിരതയില്ല, അത് ആളുകൾ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ വരുന്ന ചാനലുകളിലെല്ലാം തന്നെ ഞാൻ കണ്ടിട്ടുള്ളത് ഇംപ്രഷൻസ് കുറഞ്ഞിട്ടാണ് വരുന്നത്, വളരെ കുറവാണ്. അപ്പം നിങ്ങൾക്ക് ഇംപ്രഷൻസ് കൂട്ടണം. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറയാം, കഴിഞ്ഞ വീഡിയോയിൽ ഏതൊരു വീഡിയോ പറഞ്ഞാൽ എൻ്റെ ചാനലിലെ വീഡിയോസിന് വ്യൂസ് കുറഞ്ഞു എന്ന് പറഞ്ഞു. അത് ആരുടെയും തെറ്റല്ല, അതായത് ഈ കാണുന്ന നിങ്ങൾ ആരും കാണാത്തത് കൊണ്ടല്ല, പിന്നെ ഞാൻ നല്ല വീഡിയോ ചെയ്യാത്തത് കൊണ്ടല്ല. പക്ഷേ അവിടെ പ്രശ്നം സംഭവിച്ചെന്ന് വെച്ചാൽ ചാനലിലെ റെക്കമെൻഡേഷൻ മാറിപ്പോയി, വേറെ ആളുകളിലേക്കാണ് കാണുന്നത്. അതുപോലെ കറക്റ്റായ ഓഡിയൻസിലേക്ക് എത്തുന്നില്ല, പലർക്കും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടാണ്. അത് എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റായിട്ട് ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തിയിട്ടാണ് ചെയ്തത്. പിന്നീട് നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾ എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ 600-700 വ്യൂസിൽ കൂടി വന്നിട്ട് 2000, 2500, 3000 ഒക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ലാസ്റ്റത്തെ വീഡിയോക്ക് കുറച്ച് കുഴപ്പമില്ല, അത് ചില വീഡിയോസിന് അങ്ങനെ കുറയും. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ചെയ്ത ഒരു പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ ഇംപ്രഷൻസ് നന്നായിട്ട് കുറഞ്ഞപ്പോൾ ഞാൻ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടു. നിങ്ങൾ ഡേറ്റ് നോക്കി എൻ്റെ ചാനലിൽ കയറി നോക്കിയപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചാനൽ വേണ്ടേ. അപ്പോൾ ഞാൻ തുടർച്ചയായ ദിവസങ്ങൾ ഇന്നിട്ടു, നാളെ ഇട്ടു, മറ്റന്നാൾ ഇട്ടു, അങ്ങനെ ഇട്ടു. അതായത് എൻ്റെ ഇംപ്രഷൻസ് ഡൗൺ ആയി എന്ന് കണ്ടപ്പോൾ അതോടുകൂടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ മാറ്റം വന്നിട്ട് എൻ്റെ ഇംപ്രഷൻസ് പഴയ പോലെ ആവുകയും വ്യൂസ് വരാൻ തുടങ്ങുകയും ചെയ്തു. ഇത് നിങ്ങൾക്കിപ്പോൾ ഡെയിലി വീഡിയോ ഇടാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 1 ഡേ ഗ്യാപ്പിലെങ്കിലും തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടാൽ ഈ ഇംപ്രഷൻസ് നല്ല പോലെ കൂടി വരും. അപ്പോൾ അങ്ങനെ കൂടി വന്നാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചാനലിൽ വ്യൂസ് വരും. പക്ഷേ അവിടെ ഈ ഒരു സംഭവം സൊല്യൂഷൻ ആകുമ്പോഴേക്കും മറ്റൊരു പ്രശ്നങ്ങൾ അവിടെ വരാൻ സാധ്യതയുള്ളത് CTR ആണ്, എത്ര ക്ലിക്ക് വരുന്നു എന്നുള്ളത്, പിന്നെ ആവറേജ് വ്യൂ ഡ്യൂറേഷനാണ്, നിങ്ങളുടെ വീഡിയോസ് ആളുകൾ എത്ര സമയം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ വേറെ സ്ട്രാറ്റജീസും ഐഡിയാസും ഒക്കെ ഉണ്ട്. കാരണം എല്ലാം കൂടിയിട്ട് നമുക്ക് ഒരുമിച്ച് ശരിയാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇംപ്രഷൻസ് ഓക്കെ ആക്കുക, എന്നിട്ട് ചെക്ക് ചെയ്യുക ഓക്കെ ആണോ, നിങ്ങൾ ക്ലിക്കിലാണോ പ്രശ്നം വരുന്നത്, അല്ല വേറെ എവിടെയെങ്കിലും ആണോ എന്നുള്ളത്
നിങ്ങൾ നോക്കുക. അങ്ങനെ എല്ലാം നോക്കി കഴിഞ്ഞിട്ട് ശരിയാക്കുമ്പോഴാണ് ചാനൽ പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും നിങ്ങൾ സക്സസ്സിലേക്ക് എത്തുന്നത്. കാരണം ഇതിൽ ഒരുപാട് ഇതുപോലുള്ള സംഭവങ്ങൾ നോക്കാറുണ്ട്. പലരും ഇതൊന്നും നോക്കാതെ ടെൻഷൻ അടിച്ചിട്ട് എന്തൊക്കെയോ പരിപാടികൾ ചെയ്യും. ഇപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്കൊരു പരാജയം സംഭവിച്ചാൽ ആ പരാജയം പൂർണ്ണമായിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, നമ്മളാണ് അതിൻ്റെ റീസൺ എന്ന് കണ്ടെത്തുക. ആ റീസൺ കണ്ടെത്തിയിട്ട് പിന്നീട് നമ്മൾ ഭാഗത്തുനിന്ന് തെറ്റാണെന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ എന്ത് ചെയ്യുക, ആ തെറ്റിനെ കണ്ടുപിടിക്കുക, അതിനെ വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്തിട്ട് മാറ്റങ്ങൾ വരുത്തുക. അത് പിന്നീട് ആവർത്തിക്കാതിരിക്കുക. ഇപ്പം ഇങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് തന്നെ സക്സസ് ആകും. ഇപ്പം ചാനൽ ചെക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ആരെങ്കിലും ഞാനുമായിട്ട് ഇതുപോലെ 1-to-1 ആയിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഒരു കൺസൾട്ടിങ് പോലെ ചെയ്തിട്ട് ചാനൽ ചെക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. നമുക്ക് നോക്കാം, എന്താ പ്രശ്നം എന്ന് കണ്ടെത്തിയാലേ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ചിലവർക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇപ്പം ഇന്നലെ ഒരാൾ ചെക്ക് ചെയ്യാൻ ചാനൽ തന്നിട്ട് ആ ചാനലിലും വേറൊരു കുഴപ്പമില്ല, അവരെൻ്റെ വീഡിയോ കണ്ട് എല്ലാ സംഭവങ്ങളും മാറ്റം വരുത്തുന്നവരാണ്, എല്ലാം മാറ്റം വരുത്തുന്നുണ്ട്. പക്ഷേ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാവണമല്ലോ. അങ്ങനെയാണ് ഞാൻ ഇംപ്രഷൻസിൻ്റെ പ്രശ്നം കണ്ടുപിടിച്ചത്. അപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു. ഒരു ചാനൽ പിന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയമോ ആയാലും ഇടവേളകളായാലും മാറിയിട്ടായിരുന്നു ഉണ്ടായത്. അപ്പോൾ അതാണ് ഇവിടെ പ്രശ്നം പറ്റിയത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ചെക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് അയച്ചാൽ നമുക്ക് ചെയ്യാം. പെയ്ഡായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായി നോക്കി ഇംപ്ലിമെൻറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇനി അടുത്ത പ്രശ്നത്തിന് എന്താണ് പരിഹാരം എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. പിന്നെ ആരും തന്നെ യൂട്യൂബിൽ മൂഡ് ഓഫ് ആവേണ്ട. യൂട്യൂബിൽ പുതിയ ഓപ്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വോയിസ് റീപ്ലേ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഉടൻ തന്നെ എല്ലാവർക്കും കിട്ടും. എന്തായാലും ഏറ്റവും ലാസ്റ്റ് മിക്കവാറും എനിക്ക് തന്നെ ആയിരിക്കും കിട്ടുക. എല്ലാ ഫീച്ചേഴ്സും ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന എനിക്ക്. ബാക്കി എല്ലാവർക്കും കിട്ടിക്കേണ്ട അവസാനം എനിക്ക് തരില്ല. അതെന്താ അറിയില്ല. എന്തായാലും നോക്കാം. നിങ്ങൾ ആരും നിരാശപ്പെടണ്ട. പല സംഭവങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ നമുക്ക് ഗ്രോത്തിന് സഹായിക്കും. സബ് ചെയ്യാത്തവർ സബ് ചെയ്യാൻ മറക്കണ്ട. ഇല്ലെങ്കിൽ അടുത്ത വീഡിയോസൊക്കെ മിസ്സായി പോകും. നിങ്ങൾ ഈ വീഡിയോ കണ്ട് അടുത്ത വീഡിയോ കണ്ട് അതിൻ്റെ അപ്പുറത്തെ വീഡിയോ കണ്ട് 3-4 വീഡിയോസ് കണ്ടിട്ട് വേണം നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് സക്സസ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.